കൊച്ചുകുട്ടികൾക്ക് വരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല 2 ക്രിസ്മസ് ട്രീകളുടെ ഐഡിയ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫോം ഷീറ്റാണ്, അതായത് ഗ്ലിറ്റർ വരുന്ന ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അളവായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ കോമ്പസ് വെച്ചിട്ടാണ് ഞാൻ ഈ റൗണ്ട് വരച്ചിരിക്കുന്നത്. 7 സെൻറ്റിമീറ്റർ തൊട്ട് 1 സെൻറ്റിമീറ്റർ വരെയുള്ള റൗണ്ടുകളാണ് ഞാൻ വരച്ച് എടുത്തിട്ടുള്ളത്. അപ്പം റൗണ്ട് വരയ്ക്കുന്നത് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത ഫോം ഷീറ്റ് ദേ ഈ കാണുന്ന രീതിയിൽ ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്നുകൂടി കട്ട് ചെയ്ത് കൊടുക്കുക. ദേ ഈ രീതിയിൽ. ഇത് നമുക്ക് ഒരു എതളിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ റൗണ്ടിൽ വെട്ടിയെടുത്ത 7 പീസ് വരും. ആ 7 പീസും നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ എതൾ കട്ട് ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ രീതിയിൽ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഓരോ പോർഷനിൽ നമ്മൾ ചെറുതായിട്ട്, അതായത് ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിനകത്ത് ഓരോ പോർഷനിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ, കത്രിക ഉപയോഗിക്കാൻ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു എതളിൻ്റെ ഷേപ്പിൽ നമുക്കൊരു ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ. നിങ്ങൾക്കിത് ഈ വീഡിയോ കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും അതെങ്ങനെയാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്കത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അത് കട്ട് ചെയ്ത് ഈ രീതിയിൽ ഈ ഒരു ഷേപ്പിലാക്കി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഷേപ്പ് കിട്ടുന്ന വേറെ ഏതെങ്കിലും മെത്തേഡ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രീതിയിലും നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു രീതിയിൽ ഇതിൻ്റെ ലീഫ് ഒന്ന് കിട്ടിയാൽ മാത്രം മതി. അപ്പം ഞാൻ എല്ലാ റൗണ്ടുകളും ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയുള്ള നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുത്താണ്. ഇത് ഞാനിപ്പോൾ കടയിൽ നിന്ന് മുത്തായിട്ട് വാങ്ങിയതാണ്. നിങ്ങളുടെ കയ്യിൽ മാലയോ അങ്ങനെ എന്തെങ്കിലും പൊട്ടിയതിൻ്റെ മുത്തോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. പിന്നെ നമുക്ക് വേണ്ടത് ഈർക്കിലാണ്. ഈർക്കിൽ എന്തായാലും എല്ലാവരുടെയും വീട്ടിലുള്ള സാധനം തന്നെയാണ്. നമുക്ക് വേറെ കമ്പിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഈർക്കിൽ മാത്രം മതി. അപ്പോൾ ഈർക്കിലിൻ്റെ ഏറ്റവും വീതി കുറഞ്ഞ പോർഷനിൽ നിന്നാണ് നമ്മൾ ഈ മുത്ത് താഴത്തേക്ക് കോർക്കുന്നത്. അപ്പോൾ ആ മുത്ത് ടൈറ്റ് ആയിട്ടിരിക്കുന്ന പോർഷൻ്റെ അവിടെ നിന്ന് നമുക്ക് ഈർക്കിലിയുടെ ലെങ്ത് വേണമെങ്കിൽ മുറിച്ച് മാറ്റാം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു മുത്ത് കോർത്തു. അതിൻ്റെ പുറമെ നമ്മുടെ ആദ്യത്തെ ഏറ്റവും വലിപ്പമുള്ള ഫോം ഷീറ്റാണ് അതിൻ്റെ മുകളിൽ വെക്കുന്നത്. അതിനുശേഷം അതിൻ്റെ പുറത്ത് പിന്നെയും മുത്ത് കോർക്കും, പിന്നെ അടുത്ത വലിപ്പമുള്ളത്, അങ്ങനെ നമ്മൾ ഏറ്റവും ചെറുത് വരെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് കോമ്പസ് യൂസ് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ ആ കോമ്പസ് വെച്ചിട്ട് ഫോം ഷീറ്റിന് ഒരു ഊട്ടയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈർക്കിൽ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും. അതിങ്ങനെ ഇളകിയോ ആടിയോ ഒന്നും പോവത്തില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടും. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം നമ്മൾ ഈ ഒരു രീതിയിൽ കോർത്തെടുക്കുന്നുണ്ട്. നിങ്ങളിത് കോർക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഒന്ന് നോക്കിയാൽ മതി, നമ്മുടെ ഈർക്കിൽ ഒടിഞ്ഞു പോവാതെ മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി. അതിനുശേഷം ഞാൻ ഇവിടെ നമ്മുടെ ഒരു ബ്രൗൺ അല്ല, ഇതൊരു ഓറഞ്ച് കളറാണ്. ആ കളറിലെ ഫോം ഷീറ്റ് ഇച്ചിരി വീതി കുറച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഈർക്കിലിൻ്റെ ബാലൻസ് പോർഷൻ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളറിലെ പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കവർ ചെയ്താലും മതി. നമുക്ക് ആ ഈർക്കിലിൻ്റെ ആ ഒരു വൃത്തികേട് മാറി ഇരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടൊന്ന് കവർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ട്രീ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് ചെറിയ രീതിയിലൊരു ഡെക്കറേഷൻ വർക്കാണ്.
അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗോൾഡൻ കളറിലെ മുത്തുകൾ എടുത്തിട്ടുണ്ട്. ഗോൾഡനും റെഡും ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. റെഡ് ഞാൻ ഫോം ഷീറ്റ് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ട്രീയുടെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രീയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ ട്രീ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും എന്തായാലും കുമ്പിൾ കുത്താൻ അറിയാമല്ലോ. അപ്പോൾ ഒരു ഇച്ചിരി കട്ടിയുള്ളൊരു പേപ്പർ, ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ ഈ ബുക്കിൻ്റെയൊക്കെ ഇച്ചിരി കട്ടിയുള്ളൊരു പേപ്പറുണ്ടല്ലോ, ബുക്കിൻ്റെ കവർ പേജ് വരുന്നത്, ആ പേപ്പറും എടുത്താൽ മതി. അത് വെച്ചിട്ടൊന്ന് കുമ്പിൾ കുത്തുക. അതിൻ്റെ അടിയിലത്തെ പോർഷൻ്റെ ഉള്ളിലേക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പോ വല്ലതും ഒന്ന് കയറ്റി വയ്ക്കുക. എന്നിട്ട് ഞാൻ അതിലിപ്പോൾ ഗ്രീൻ കളറിലെ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ അടിയിൽ അതൊന്ന് കട്ടിക്കിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു അടപ്പ് കയറ്റി വെച്ചിട്ടുള്ളത്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ ഇവിടെ എൻ്റെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ B7000 എടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോം ഷീറ്റ് ഇച്ചിരി വീതിക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഈ കാണുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഒറ്റ ഫോം ഷീറ്റിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ അത് മുറിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് വീതി കുറച്ച് ഈ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഇതൊക്കെ കുഞ്ഞു പിള്ളേർക്കും എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്കൊരു 10 മിനിറ്റിൻ്റെ പോലും ആവശ്യം വരുന്നില്ല. ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഈസിലി അഫോർഡബിൾ ആണ്. എല്ലാ സ്ഥലത്തും ഈ ഫോം ഷീറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. 15 രൂപ എന്തോ ആണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഒരു 15 രൂപ മുടക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അത് ഈ കാണുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മുറിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മളിത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു എൻഡ് പോർഷൻ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫിനിഷിങ് ഇല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്നൊരു ചെറിയൊരു വളഞ്ഞതുപോലെ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് കത്രിക കൊണ്ട് ജസ്റ്റ് ഈ കാണുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് വലിക്കുന്നുണ്ട്. നമ്മളിത് വലിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മുറിച്ച പീസുകൾ വിട്ടു പോവാതെ ഒന്ന് നോക്കണേ. കൊച്ചു കൂട്ടുകാർക്കൊക്കെ വലിയ ട്രീ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ചെറിയ ട്രീയുടെ വീഡിയോ ഇടുന്നത്. വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കട്ട് ചെയ്ത പീസ് ഈ കോൺ ഷേപ്പിലാക്കിയതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിൽ ഗമ്മ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ഒട്ടിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫോം ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ട്രീയുടെ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ട്രീയിൽ ചെയ്ത പോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് ഞാൻ സെയിം ഗോൾഡൻ കളറിലെ ബീഡ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി റെഡ് കളറിലെ ഫോം ഷീറ്റ് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിനകത്ത് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ റെഡ് കളറിലെ ഫോം ഷീറ്റ് വെച്ച് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ 2 ട്രീ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു തെർമോക്കോളിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും കൂടി നോക്കുക. അപ്പോൾ താങ്ക്